ഇച്ച് വന്ന പാൾട്ട് കുറെയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി സ്വന്തം കാര്യം നോക്കി ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇച്ചിന്ന് ഈ ഒരവസ്ഥ വരൂലേനും. അപ്പൊ ഇഞ്ച അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാ വന്നിരിക്കുന്നത്. അതാണായാലും പെണ്ണായാലും ജീവിതമാകുമ്പോൾ കുറെയൊക്കെ നമ്മളെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സീറോയിലാകും. അങ്ങനത്തെ ഒരു ഒരവസ്ഥയിലാണ്. ഇപ്പൊ നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ലക്ഷക്കണക്കിന് പൈസ എന്റെ കജ്ജിലുണ്ട്. ഒരിക്കലുമില്ല. ഇച്ചിപ്പോ കടങ്ങളൊന്നുമില്ല. ഇഞ്ച ആവശ്യത്തിനല്ല പൈസ എന്റെ കജ്ജിലുണ്ട്. ഇഞ്ച സ്വന്തം കാര്യം ഞാൻ നോക്കി ജീവിച്ചിരിക്കുകയാണെങ്കിൽ എല്ലാം എന്റെ കജ്ജിന്റെ ഉള്ളനടിയിലുണ്ടായിരുന്നു. ലക്ഷങ്ങൾ ബാലൻസ് ഉണ്ടായിരുന്നു. സന്തോഷമുള്ളൊരു ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇച്ച് പറ്റിയ പാട്ട് എന്താണെന്നറിയോ? സ്വന്തം കാര്യം നോക്കി ജീവിച്ചാനും കജൂല, മറ്റുള്ളവരെ ബുദ്ധിമുട്ട് കണ്ടാല് കണ്ണ് ചിമ്പാനും കജൂല. ഞാൻ ചെറുപ്പം മുതലേ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയ മനുഷ്യത്തിയാണ്. അത് എഴുതിക്കാണ്ട് ഞങ്ങൾക്ക് പട്ടിണി ഇല്ലേനും. പട്ടിണി ഇല്ലാതെ ഞങ്ങളെ വാപ്പ ഞങ്ങളെ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളാണെങ്കിൽ യൂട്യൂബ് നിർത്തിക്കളി. യൂട്യൂബാണോ നിങ്ങളെ കുടുംബത്തിലെ പ്രശ്നം എന്നുള്ളത്? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മാനസികമായിട്ട് ഇടങ്ങേറാകാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലം ആകാനായിക്കണ്. അതിന്റെ തുടക്കം എന്ന് പറഞ്ഞാല് ഇതിപ്പോ പബ്ലിക്കിൽ ഇത്രയും ഞാൻ ധൈര്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിന് യഥാർത്ഥമുണ്ട്. ഒരിക്കലല്ല യൂട്യൂബ് ഞങ്ങളെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. യൂട്യൂബ് കൊണ്ട് ഇഞ്ച രണ്ട് കുടുംബത്തിനും ഉപകാരം ഉണ്ടായിട്ടുള്ളൂ, ഉപദ്രവം ഉണ്ടായിട്ടില്ല. പക്ഷെ അതിനെ പറഞ്ഞ് മാറ്റി പല ആളുകളെ ഇടപെടലുകൊണ്ട് അങ്ങനെ ആക്കി എടുത്തതാണ്. അല്ലാതെ യൂട്യൂബ് ആണോ പ്രശ്നത്തിന് തുടക്കം, യൂട്യൂബ് കൊണ്ടാണോ കുടുംബത്തിൽ ബുദ്ധിമുട്ട് വന്നത് ചോദിച്ചാൽ ഒരിക്കലും അല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് മെച്ചേ ഉണ്ടായിട്ടുള്ളൂ. വേറെല്ല ചില സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയതാ. പിന്നെ ചിലര് പറഞ്ഞ 3 മക്കളെ ഇട്ടെറിഞ്ഞാണ്ട് ഉത്തരവാദിത്തം അല്ലാതെ നിങ്ങൾ ഇറങ്ങിപ്പോന്നല്ലോ നിങ്ങളെ സമ്മതിച്ചണം എന്നുള്ളത്. ഇഞ്ച കൽബ് ഇച്ചും പഠിച്ചവനെ അറിയുള്ളൂ. ഒരാളോടും തുറന്ന് കാട്ടി കൊടുത്തിട്ട് കാര്യമില്ല. ഇഞ്ഞോളം ഇഞ്ച മക്കളെ കാര്യത്തിൽ വിഷമം ദുനിയാവില് ആര് കൂട്ടി പിടിച്ചാലും ഇഞ്ച വേദന അത് ആർക്കും ഉണ്ടാവില്ല. അത് ഞാൻ എടുത്ത് പറയണമില്ല. അതടക്കട്ടെ. ഞാൻ ഇഞ്ച ഇഷ്ടത്തിന് ഇറങ്ങിപ്പോന്നതുമല്ല. വല്ലായി ഒരിക്കലും ഇഞ്ച ഇഷ്ടത്തിന് ഇഞ്ച മക്കളെയും മാപ്പിളിനെ ഇട്ടുകാണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നതല്ല. അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരാളല്ല ഞാൻ. ഇഞ്ച മാപ്പിളയും മക്കളുമാണ് വലുത്. പക്ഷെ ഇച്ച് പറ്റിയ പെടൽ എന്താണെന്നറിയോ? മറ്റുള്ളവരെ ബുദ്ധിമുട്ട് കാണും. ഇപ്പം നിങ്ങൾ കണ്ട വീഡിയോ എന്ന് പറയുന്നത് മലപ്പുറം കിച്ചൺ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൻ്റെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അവരുണ്ടെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം അമ്മയുടെ വീട്ടിലേക്ക് താമസിക്കാൻ വേണ്ടി വന്നു നിന്നു. ഈ സമയത്തുണ്ടെങ്കിൽ കുറേയധികം ഫാൻസ് എന്തുകൊണ്ടിങ്ങനെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ അമ്മയുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നു, കുട്ടികളെയൊക്കെ അവിടെ ആക്കിയിട്ട് എന്തിനാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് കുറേയധികം ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുറേയധികം പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം കാരണം ഈ ഒരു യൂട്യൂബാണോ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേയധികം പേര് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ യൂട്യൂബ് നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം റിപ്ലൈ ആയിട്ടാണ് ഇപ്പോൾ അവർ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. വേറെ കുറച്ച് പേര് അവരെയൊക്കെ ഞാൻ എൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള മനസ്സുകൊണ്ട് സഹായിക്കാൻ ശ്രമിച്ചപ്പോൾ അത് കൊണ്ട് പറ്റിയ കുറേയധികം പ്രശ്നങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറച്ച് സെൽഫിഷ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നല്ല രീതിയിൽ പോകാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറച്ച് സെൽഫിഷ് ആവുക. പിന്നെ കുറേയധികം പേര് ചോദിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു, യൂട്യൂബ് ചാനൽ കൊണ്ടാണോ ഞങ്ങൾ പിരിഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ ഒരു കാര്യമില്ല. ഇതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ചെങ്കിലും മെച്ചപ്പെട്ടത്. ഇതിന് കുറേയധികം സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ബാക്കിയുള്ളവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു പൈസയൊക്കെ കുറേയധികം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലൊന്നും ശേഖരിക്കാനോ അല്ലെങ്കിൽ സമ്പാദിച്ച് വെക്കാനോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതേ കണക്ക് ഞാൻ ഭയങ്കരമായിട്ടൊരു കുറച്ച് കഷ്ടപ്പാടൊക്കെ അറിഞ്ഞ് വന്നുകൊണ്ട് ബാക്കിയുള്ളവരെ കഷ്ടപ്പാട് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടാണ് എനിക്കിങ്ങനെ ഗതി വന്നതെന്നാണ് ഈ ഒരു വീഡിയോക്കകത്ത് ഫുള്ള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും എൻ്റെ കാര്യം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അതുമാത്രമാണ് എല്ലാവരും നോക്കേണ്ടതെന്ന് പറഞ്ഞ് ചെറിയ ലൈഫ് ടിപ്പ് പോലെ നിങ്ങളെല്ലാവരും ഇത് ആലോചിച്ച് വെച്ച് നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും വാങ്ങുവാണെങ്കിൽ നിങ്ങളുടെ പേരിൽ മാത്രം, അതായത് എന്തെങ്കിലും വാങ്ങുവാണെങ്കിൽ നിങ്ങളുടെ പേരിൽ മാത്രം വാങ്ങാൻ നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത കണക്കൊന്നും തന്നെ ആരും പറയത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേയധികം കാര്യങ്ങൾ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഇതേ കണക്ക് താൻ ബാക്കിയുള്ളവരെ സഹായിക്കാൻ ശ്രമിച്ചപ്പോഴത്തേനും തനിക്ക് ഭയങ്കരമായിട്ട് ചതിയൊക്കെയാണ് പറ്റിയത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ കുറേയധികം എന്തൊക്കെയോ ഒരു
പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കുറേയധികം പേര് കമൻറ്റ്സ് ഇതുകൊണ്ട് ഇനി യൂട്യൂബ് ഉണ്ടാണോ എന്നൊക്കെ പറഞ്ഞ് കുറേയധികം കമൻറ്റ്സ് നെഗറ്റീവായിട്ട് അതിനകത്ത് താഴെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഇതിനെക്കുറിച്ച് റിപ്ലൈയും അവർ ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം അവരുടെ ഫാമിലി കാര്യമാണ്. അതിലിട്ടിങ്ങനെ കുറേയധികം നിങ്ങൾ കാണുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അധികം എന്ത് ചെയ്യും ഇങ്ങനെ ഇട്ട് അവരെ ഇട്ട് ചിലപ്പോൾ അവർക്കത് വലുതായിട്ട് പറയാനുള്ള താല്പര്യമോ ഒന്നും കാണത്തില്ലായിരിക്കും. അതുകൊണ്ട് അവരങ്ങനെ പറയാൻ താല്പര്യമില്ലെങ്കിൽ അത് അവരെ ആ ഒരു പാട്ടിന് വിടുക. അവരിഷ്ടമാണത് ചിലപ്പം പറയാതിരിക്കുക എന്നുള്ളത്. അതിനപ്പം കമൻറ്റ് ബോക്സിൽ പോയി ചെന്നിട്ട് അവരെ വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും ചെയ്യാതിരിക്കുക. അതാണ് മാക്സിമം ചെയ്യേണ്ട ഒരു കാര്യം.